إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കിനി കടന്നു വരാനുള്ള ഒരു ദിവസം അത് വളരെ മഹത്തായ ഒരു ദിവസമാണ്. മണിക്കൂറുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മണിക്കൂറുകൾ, ആകാശം ഭൂമിയോട് അടുക്കുന്ന ദിവസം. ഏതാണ് ആ ദിവസം സഹോദരങ്ങളെ? ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ മിൻ യൗമിൻ അക്സറ മിൻ അൻ യുഅ്തിഖ അല്ലാഹു ഫീഹി അബീദൻ മിനൻ നാർ മിൻ യൗമി അറഫ. റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് അത്രയും ആളുകളെ മോചിപ്പിക്കുന്നത് പോലെ മറ്റൊരു ദിവസവും മോചിപ്പിക്കുകയില്ല. ഏതാണ് ആ ദിവസം? യൗമു അറഫ, അറഫ ദിനമാണ്. സഹോദരങ്ങളെ, അത്രയും ശ്രേഷ്ഠമായ ദിവസമാണ് യൗമു അറഫ എന്നുള്ളത്, അഥവാ അറഫ ദിനം. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മാ റുഇയ ഇബ്ലീസു ഫീ യൗമിൻ ഹുവ അസ്ഗർ വലാ അഹ്ഖർ വലാ അദ്ഹർ വലാ അഗ്യദ് ഫീ യൗമി അറഫ. ഇബ്ലീസ് ഏറ്റവും ദേഷ്യമുള്ളവനായ നിലയിൽ, അതുപോലെ തന്നെ ഏറ്റവും ചെറുതായ നിലയിൽ, ഏറ്റവും നിന്ദ്യനായ നിലയിൽ മറ്റൊരു ദിവസവും കാണാൻ സാധിക്കുകയില്ല യൗമു അറഫയിൽ പോലെ. എന്തുകൊണ്ടാണത്? അറഫ ദിനത്തിൽ ശൈത്താൻ ഏറ്റവും മോശമായ അവസ്ഥയിലാണ്, അവൻ നിന്ദ്യനായ അവസ്ഥയിലാണ്, അതുപോലെ തന്നെ ഏറ്റവും ദേഷ്യപ്പെട്ട അവസ്ഥയിലാണ്. എന്താണ് അതിനുള്ള കാരണം? വദാലിക മിമ്മാ തനസ്സലു റഹ്മ വൽ അഫ്വ അനിൽ ദുനൂബ്. എന്തുകൊണ്ടാണത്? അന്നേ ദിവസം റബ്ബ് സുബ്ഹാനഹു വ തആല കാരുണ്യം അങ്ങേയറ്റം ചൊരിയും, അങ്ങേയറ്റത്തെ കാരുണ്യം റബ്ബ് സുബ്ഹാനഹു വ തആല ചൊരിയും. അതുപോലെ തന്നെ ആളുകൾക്ക് പാപമോചനം ധാരാളമായി നൽകുന്നത് കൊണ്ട് തന്നെ ശൈത്താൻ അന്നേ ദിവസം വളരെ നിന്ദ്യനായ അവസ്ഥയിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഇതുപോലുള്ളൊരു ദിവസം അഥവാ ദുൽഹിജ്ജ മാസത്തിലായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാനത്തെ ഹജ്ജ് അത് നിർവഹിച്ചത്. അവിടുന്ന് ഈ ദിവസം അഥവാ ദുൽഹിജ്ജ ദിവസം ദീനിന്റെ സ്തംഭങ്ങളിൽ ഒന്നായ ഹജ്ജ് അത് പൂർത്തിയായി ചെയ്തു. ഈ ഹജ്ജിൽ അള്ളാഹുവിന്റെ ദീൻ അത് കൃത്യമായ ആളുകൾക്ക് അഥവാ സഹാബിമാർക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കൊടുത്തു, അഥവാ എത്തിച്ചു കൊടുത്തു. വാക്കിനാലും പ്രവർത്തിയിലാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ദീൻ പൂർണ്ണമായും പരിപൂർണമായും അവിടുന്ന് എത്തിച്ചു നൽകി. അവിടുന്ന് ഹജ്ജിന്റെ നിർബന്ധമായ കാര്യങ്ങളും സുന്നത്തുകളും ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു. അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഖുസൂ അന്നി മനാസികകും, നിങ്ങൾ എന്നിൽ നിന്നിതാ ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഹജ്ജ് ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം നമ്മളും ചെയ്യേണ്ടത്. ഏതൊരു ഇബാദത്തും സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധന അത് നിർബന്ധമാണ്.
രണ്ട് നിബന്ധന അത് നിർബന്ധമാണ്. ഒന്നാമത്തേത് സഹോദരങ്ങളെ ഇഖ്ലാസാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം ഏത് ഇബാദത്തും ചെയ്യേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതിലൊരാളെയും നമ്മൾ പങ്കുചേർക്കാൻ പാടില്ല. ഒരാളെയും നമ്മൾ അതിൽ പങ്കുചേർക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ നിബന്ധന. രണ്ടാമത്തേതോ ഇത്തിബാഅ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ കാണിച്ചു തന്നത് അതുപോലെ ആയിരിക്കണം. ഒരു വാക്കും നമ്മുടെ വക കൂട്ടിച്ചേർക്കാൻ പാടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ ഹജ്ജിൽ നടന്നോ അതുപോലെ ആയിരിക്കണം നമ്മളും. എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തവാഫ് ചെയ്തത് അതുപോലെയായിരിക്കണം നമ്മളും ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഖുദു അന്നി മനാസികക്കും, നിങ്ങൾ എന്നിൽ നിന്നിതാ ഹജ്ജിന്റെ കർമ്മങ്ങൾ സ്വീകരിച്ചു കൊള്ളുക. ഇതാണ് സഹോദരങ്ങളെ, അഥവാ ഹജ്ജാണ് ഇസ്ലാമിന്റെ അവസാനത്തെ റുക്ൻ, അവസാനത്തെ സ്തംഭം. അത് നിർവഹിച്ച് പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റഫീഖുൽ അലയിലേക്ക്, അഥവാ ഈ ഭൂമിയോട് വിടവാങ്ങി പോവുകയുണ്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഹിജ്റ 10-ാം വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹജ്ജ് ചെയ്യാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് അനുമതി ഉണ്ടായത്, അള്ളാഹുവിന്റെ സഹായം ഉണ്ടായത്. ഈ ഒരു കാര്യം, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഹജ്ജ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ആ ഒരു വിവരം സഹാബിമാർക്ക് അറിയിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോടായി പറഞ്ഞു, ഇതാ ഞാൻ ഈ വർഷം ഹജ്ജ് ചെയ്യാൻ പോവുകയാണ്. അവർക്കെല്ലാവർക്കും തന്നെ, സഹാബിമാർക്കെല്ലാവർക്കും തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാനുള്ള ആഗ്രഹം അത് കഠിനമായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഹജ്ജ് ചെയ്യാൻ സഹാബിമാർക്കും അവിടുന്ന് ആഗ്രഹം വരികയുണ്ടായി. അവിടുത്തെ അങ്ങനെ തന്നെ പിൻപറ്റാൻ വേണ്ടിയാണ് അവർ അത്രയും താല്പര്യം കാണിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്താൽ എങ്ങനെയാണോ റസൂൽ ചെയ്യുന്നത് അതുപോലെ ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്കറിയാം. അവർക്കെല്ലാവർക്കും അങ്ങേയറ്റത്തെ സന്തോഷമുണ്ടായി. അങ്ങനെ മദീനയിൽ നിന്നും നബിമാരിൽ ശ്രേഷ്ഠനായ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ പുറപ്പെടുകയാണ് ഹജ്ജിനു വേണ്ടി. അവിടുത്തോടൊപ്പം മനുഷ്യരിൽ വെച്ച് ഏറ്റവും നല്ല ഹൃദയമുള്ള, ഏറ്റവും നല്ല മനുഷ്യരായ സഹാബിമാർ ഇതാ അവരോടൊപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി ഇതാ പോവുകയാണ്. അവർ വിനയാനിതരായി ഇഖ്ലാസോടുകൂടി ഇതാ റബ്ബിന്റെ പരിശുദ്ധമായ ഭവനത്തിലേക്ക് അവർ യാത്ര പോവുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് നമുക്ക് അറിയിച്ചു തരികയാണ്, ഇന്ന റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മകസ 9 സിനീൻ ലം യഹുജ്ജ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ 9 വർഷത്തോളം അവിടുന്ന് താമസിച്ചിരുന്നു. 9 വർഷം അവിടുന്ന് താമസിച്ചിരുന്നു. ലം യഹുജ്ജ്, അവിടുന്ന് ഹജ്ജ് ചെയ്തിരുന്നില്ല. ആ 9 വർഷവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹജ്ജ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. സുമ്മ അസ്സന ഫിന്നാസ് ഫിൽ ആശിറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 10-ാം വർഷം ജനങ്ങളോടായി പറയുകയാണ്, അന്നഹു ഹാജ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ ഹജ്ജ് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളത്. ഫഖദിമൽ മദീനത ബശറുൻ കസീർ. ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഇതാ മദീനയിലേക്ക് ധാരാളം ആളുകൾ കടന്നു വരാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുകയാണ് എന്ന വാർത്ത കേട്ടപ്പോൾ മദീനയിലേക്ക് ഇതാ ധാരാളം ആളുകൾ ഒഴുകി വരാൻ തുടങ്ങി. കുല്ലുഹും യൽതമിസു അൻ യഅ്തമ ബിറസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത്, അവരുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. വയഅമല മിസ്ല അമലിഹി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അതുപോലെ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് ഫഖറജ്നാ മഅഹ്. അങ്ങനെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഇതാ യാത്ര ആരംഭിച്ചു. ഫസല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫിൽ മസ്ജിദ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ നിന്നുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുകയുണ്ടായി. സുമ്മ റകിബൽ ഖസ്വാ. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖസ്വ എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാഹന മൃഗത്തിൽ ഏറുകയുണ്ടായി. നമുക്ക് എല്ലാവർക്കും അറിയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചില വാഹന മൃഗങ്ങളുണ്ട്. അതുപോലെ തന്നെ അതിനെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ് അവിടുത്തെ ചില വസ്തുക്കൾക്ക് നാമം കൊടുക്കുക എന്നുള്ളത്. അവിടുത്തെ ഒരു ഒട്ടകത്തിന്റെ പേരായിരുന്നു ഖസ്വ എന്നുള്ളത്. അതിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറുകയുണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, വനദർതു ഇലാ മദ്ദി ബസരിഹി ബൈന യദൈ മിൻ റാഖിബിൻ വമാശിൻ വഅൻ യമീനിഹി മിസ്ലു ദാലിക്. ഞാനിതാ എന്റെ കണ്ണെത്തുന്ന ദൂരത്തേക്ക് നോക്കിയപ്പോൾ അതാ കാൽനടയാളായിക്കൊണ്ടും അതുപോലെ തന്നെ വാഹന മൃഗങ്ങളിൽ ഏറിക്കൊണ്ടും ധാരാളം ആളുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉണ്ട്. ഇതാ വലത്തു ഭാഗത്ത് നോക്കിയാലും ഇതേ അവസ്ഥ, ധാരാളം ആളുകൾ. വഅൻ യസാരിഹി മിസ്ലു ദാലിക്. ഇടത്തു ഭാഗത്ത് നോക്കിയപ്പോഴും വലത്തു ഭാഗത്ത് നോക്കിയപ്പോഴും ഇതുപോലെ ധാരാളക്കണക്കിന് ആളുകൾ.
വമിൻ ഖൽഫിഹി മിസ്ലു ദാലിക, അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിലും മുൻപിലും എല്ലാം തന്നെ ധാരാളക്കണക്കിന് ആളുകൾ. വറസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈന അസ്ഹുരിനാ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ നമ്മോടൊപ്പമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്യാൻ നമ്മോടൊപ്പമുണ്ട്. എത്ര സന്തോഷമായിരിക്കും സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമുക്ക് അല്ലെങ്കിൽ സഹാബിമാർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നത് അവർക്ക് എത്ര സന്തോഷകരമായ കാര്യമായിരിക്കും. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ജാബിർ റളിയല്ലാഹു അൻഹു, വഅലൈഹി യൻസിലുൽ ഖുർആൻ വഹുവ യഅരിഫു തഅവീലഹു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് അവിടുന്ന് ഖുർആൻ ഇറങ്ങിയത്, അവിടത്തേക്കാണ് എങ്ങനെയാണ് അതിന്റെ വിശദീകരണം എന്ന് അറിയുന്നത്. വമാ അമില ബിഹി ഷൈ അമിൽനാ ബിഹി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കർമ്മം ചെയ്യുന്നുണ്ടോ അതുപോലെ നമുക്കും ചെയ്യാം. ആരെയും ഭയപ്പെടേണ്ടതില്ല, ഒരു തെറ്റും സംഭവിക്കുമെന്നുള്ള ആ ഒരു പേടി നമുക്കില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഹജ്ജ് നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത്. അതുകൊണ്ട് സഹാബിമാർ അവിടത്തോടൊപ്പം യാത്ര ചെയ്തു. ഫഅഹല്ല ബിത്തൗഹീദ്, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജ് ആരംഭിച്ചത് തൗഹീദ് കൊണ്ടാണെന്ന് റസൂൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന തൽബിയത്ത് മുഴക്കിക്കൊണ്ടാണ് ഹജ്ജ് ആരംഭിച്ചത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. സഹോദരങ്ങളെ, ഈ വരാനുള്ള യൗമു അറഫ, ആ ദിവസത്തിൽ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം, അതിനെക്കുറിച്ച് നാം ഓർക്കണം. എന്താണത്? താരിഖ് ഇബ്നു ശിഹാബ് റഹിമഹുല്ലാഹ് താബിഈയാണ്. അദ്ദേഹം പറയുകയാണ്, ജാഅ റജുലുൻ മിനൽ യഹൂദി ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കിലേക്ക് വന്നുകൊണ്ടിതാ ഒരു യഹൂദിയായ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ, അല്ലയോ മുഅ്മിനീങ്ങളുടെ അമീർ, അമീറുൽ മുഅ്മിനീൻ, ഇന്നകും തഖറഊന ആയതൻ ഫീ കിതാബികും, നിങ്ങളിതാ ഖുർആനിൽ ഒരു ആയത്ത് ഇങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്, ഒരായത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട്. ലൗ അലൈനാ മഅശറൽ യഹൂദ് നസലത് ലത്തഖദ്നാ ദാലികൽ യൗമ ഈദാ, ആ ആയത്ത് നമ്മുടെ യഹൂദികൾക്കാണ് ഇറങ്ങിയതെങ്കിൽ നമ്മൾ അന്നേ ദിവസം ഈദായി, പെരുന്നാളായി ആഘോഷിച്ചേനെ. നിങ്ങളൊരു ആയത്ത് ഓതുന്നുണ്ട്, ആ ആയത്ത് നമ്മൾ യഹൂദികൾക്കാണ് ഇറങ്ങിയതെങ്കിൽ നമ്മൾ അന്നേ ദിവസം പെരുന്നാളായി സ്വീകരിച്ചേനെ എന്ന് ഒരു യഹൂദി വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഅയ്യു ആയത്തിൻ ഹി, ഏതായത്താണത്? നിങ്ങൾ പറഞ്ഞ ആയത്ത് ഏതാണ് സഹോദരങ്ങളെ ആയത്ത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഈ ആയത്താണ് ആ യഹൂദി പറഞ്ഞ ആയത്ത്. എന്താണ് സഹോദരങ്ങളെ ഈ ആയത്തിന്റെ അർത്ഥം? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, ഇതാ ഇന്നേ ദിവസം ഞാൻ എന്റെ ഈ ദീൻ അഥവാ ഇസ്ലാം എന്ന ഈ പരിശുദ്ധ ദീൻ, ഒരാൾക്കും തന്നെ തകർക്കാൻ പറ്റാത്ത ഈ ദീൻ, അതിതാ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇതാ തൃപ്തിപ്പെട്ട് തന്നിരിക്കുകയാണ് ഇസ്ലാം എന്ന ദീൻ എന്ന് ഉള്ള ആ ആയത്ത്, അതാണ് നമുക്ക് ഇറങ്ങിയതെങ്കിൽ നമ്മൾ ഈദായി സ്വീകരിച്ചേനെ എന്ന് പറഞ്ഞ ആയത്ത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി എനിക്കറിയാം, ഇന്നി അഅലമുൽ യൗമൽ ലദീ നസലത് ഫീഹി അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏത് ദിവസമാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം. വസ്സഅത ലത്തി നസലത് ഫീഹാ, ഏത് മണിക്കൂറിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഇറങ്ങിയത് എന്ന് എനിക്കറിയാം. നസലത് അശിയത അറഫ ഫീ യൗമി ജുമുഅ, ഒരു ജുമുഅ ദിവസം വൈകുന്നേരത്ത് അറഫ ദിനത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം ഈ ഉമ്മത്തിന്റെ ദീനിലുള്ള അവഗാഹത്തെ പറ്റിയാണ്. അഥവാ ദീനിന്റെ കാര്യങ്ങളെ പറ്റി എത്രത്തോളം ഈ ഉമ്മത്തിലെ സഹാബിമാർക്ക് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്കറിയാൻ സാധിക്കുന്നത്. നോക്കൂ സഹോദരങ്ങൾ, ഏത് സമയത്താണ് ഇത് ഇറങ്ങിയത് എന്ന്, അതിനുണ്ടായ സാഹചര്യം ഏതാണ് എന്ന് എല്ലാം സഹാബിമാർക്കറിയാം, എല്ലാ സഹാബിമാർക്കും അറിയാം. പക്ഷേ ഈ ഒരു കാര്യം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടത് കൊണ്ടാണ് അവിടുന്ന് ഉത്തരം നൽകിയത്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു ഓർമ്മയും ദൃഢവിശ്വാസവും അതുപോലെ തന്നെ ഖുർആൻ എങ്ങനെയാണ് ഇറങ്ങിയത് എന്നും സഹാബിമാർക്ക് അറിയാമെങ്കിൽ എങ്ങനെയായിരിക്കും അവർക്ക് ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള കഴിവിന്റെ ആ ഒരു ആയം? ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം,
സഹാബിമാരുടെ മാർഗം നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഒരിക്കലും വഴിപിഴക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം അതായിരുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി സഹാബിമാർ പറയുകയാണ്, വഅവനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദാത യൗമിൻ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നമുക്കിതാ ഒരു ഉപദേശം നൽകി. വജിലത് മിൻഹൽ ഖുലൂബ്, നമ്മുടെ ഹൃദയം ഇതാ കിടുകിട വിറച്ചു. ആ ഉപദേശം കേട്ടതുകൊണ്ട് വദറഫത് മിൻഹൽ ഉയൂൻ, നമ്മുടെ കണ്ണുകൾ ഇതാ ഈറനണയാൻ തുടങ്ങി. നമ്മൾ സഹാബിമാർ പറഞ്ഞു, റസൂലേ കഅന്നഹാ മൗഇളതു മുവദ്ദിഇൻ ഫഔസിനാ, അല്ലയോ റസൂലേ ഇതൊരു വിടവാങ്ങി പോകുന്നയാളുടെ പ്രസംഗം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് റസൂലേ നമുക്കൊരു ഉപദേശം നൽകിയാലും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് ഒന്നാമതായി പറഞ്ഞത്? നിങ്ങളുടെ മുസ്ലിമായ ഭരണാധികാരിയെ നിങ്ങൾ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യണം. നിങ്ങൾ അനുസരിക്കുകയും കേൾക്കുകയും ചെയ്യണമെന്ന് ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർക്ക് ഉപദേശം നൽകി. പിന്നീട് അവിടുന്ന് പറയുകയാണ്, ഫഇന്നഹു മയ്യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്. ആരാണോ എനിക്ക് ശേഷം ജീവിക്കുന്നത് അവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടോ അത് നടക്കും. ചില ആളുകൾ പറയാറില്ലേ, എത്രയോ അഭിപ്രായ ഭിന്നതയാണ്, അതുകൊണ്ട് ഞാൻ ഈ ദീൻ അതൊന്നും പഠിക്കാൻ നിൽക്കുന്നില്ല. തെറ്റാണത്. നമ്മൾ വിശ്വസിക്കുന്ന കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നടക്കും, അത് നടന്നിട്ടുണ്ട്. ഇതാണ് രോഗം, ഈ ഉമ്മത്തിൽ സംഭവിക്കുന്ന രോഗം ഇതാണ്, അഭിപ്രായ ഭിന്നത. റസൂൽ അത് മാത്രം പറഞ്ഞ് അവിടുന്ന് അവസാനിപ്പിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അതുപോലെ തന്നെ ഖലീഫമാരായ ഉമർ, ഉസ്മാൻ, അലി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കണം. അല്ലു അലൈഹാ ബിൻ നവാജിദ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ അത് നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ച് മുറുകെ പിടിക്കണം. അവിടുത്തെ പ്രയോഗം നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ അത് മുറുകെ പിടിക്കണമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബിമാരുടെ മാർഗം അത് മുറുകെ പിടിക്കുന്നതിലാണ് എല്ലാവിധ വിജയവും ഉള്ളത്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തേക്ക് അല്ലെങ്കിൽ സഹാബിമാർ ഒരു ആയത്തിനെ പറ്റിയുള്ള അവരുടെ ആ ഒരു അവഗാഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ സഹാബിമാരെ കുറ്റം പറയുന്ന ആളുകളുണ്ട്, നമുക്കറിയാവുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ കുറ്റം പറയുന്ന, അതല്ല ചീത്ത പറയുന്ന ആളുകളുണ്ട്. മആദല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ അതിൽ പെടാൻ പാടില്ല. സഹാബിമാരുടെ മാർഗം അത്രയും തെളിമയാർന്ന മാർഗമാണ്. അവരില്ലായിരുന്നെങ്കിൽ, അള്ളാഹുവിന് ശേഷം അവരില്ലായിരുന്നുവെങ്കിൽ നമുക്കൊരിക്കലും ഈ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. അവരാണ് നമുക്ക് എത്തിച്ചു തന്നത് ഈ ദീൻ. അവർ എല്ലാവരും ഉദൂലുകളാണ്, മാന്യന്മാരാണ്, നീതിമാന്മാരാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പറ്റി പറഞ്ഞ കാര്യം എന്താണ്? റളിയല്ലാഹു അൻഹും വറളു അൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണത്. അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവെ അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു കാര്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സഹാബിമാരുടെ മാർഗം, അതുപോലെ തന്നെ നമ്മുടെ ഈ ദിവസങ്ങൾ, നമുക്ക് വന്നിരിക്കുന്ന ഈ ദിവസം ദുൽഹിജ്ജ എന്നുള്ളത് നമുക്ക് അമലുകൾ ചെയ്യാൻ ഏറ്റവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ദിനങ്ങളാണ്. അമലുകൾ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ളത് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു കാര്യവും നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد. സഹോദരങ്ങളെ, എല്ലാ വർഷത്തെ ഹജ്ജും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയും വിരോധവുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഏത് കാര്യം കൊണ്ടാണോ അവിടുത്തെ ദഅവത്ത് ആരംഭിച്ചത്, ആ ഒരു കാര്യം കൊണ്ട് തന്നെയാണ് അവിടുന്ന് അവസാനിപ്പിച്ചതും. അഥവാ തൗഹീദ് കൊണ്ട് അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നും അവനു പുറമെ ഒരാളെയും ആരാധിക്കരുത് എന്നും പറഞ്ഞുകൊണ്ടാണ് അവിടുന്ന് അവസാനിപ്പിച്ചതും. അൻ സലമത്ത് ഇബ്നു അശ്ജഅ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹജ്ജത്തിൽ വദാ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ ഹജ്ജിൽ, അവിടുത്തെ പ്രസംഗത്തിൽ അവിടുന്ന് പറഞ്ഞു, ഇന്നമാ ഹിയ അർബഅ, 4 കാര്യങ്ങളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഊന്നി പറഞ്ഞത്. എന്താണത് സഹോദരങ്ങളെ? ഒന്നാമത്തെ കാര്യം, ലാ തുശ്രികൂ ബില്ലാഹി ഷൈആ,
ലാ തുശ്രികൂ ബില്ലാഹി ശൈആ, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടൊപ്പം ഒന്നിനെയും ഒരു കാര്യത്തിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത് എന്നാണ് ഒന്നാമത്തെ കാര്യം. ഒരു കാര്യത്തിനും, ഏത് നബിയാകട്ടെ, ഏത് വലിയാകട്ടെ, ഏത് വലിയ തങ്ങളാകട്ടെ, ബീവിയാകട്ടെ, ബാവയാകട്ടെ, ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒന്നാമതായി ഹജ്ജത്തുൽ വദാഇൽ പറഞ്ഞു. നോക്കൂ സഹോദരങ്ങളെ, എത്ര വർഷമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ദഅവത്ത് നടത്തിയത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലുള്ളത് മുസ്ലിമീങ്ങളാണ്. എന്നിട്ട് പോലും ആവർത്തിച്ച് അവിടുന്ന് പറഞ്ഞത് തൗഹീദാണ്. അവിടുന്ന് പറയുകയാണ്, ലാ തുശ്രികൂ ബില്ലാഹി ശൈആ, നിങ്ങൾ ഒന്നിനെയും അല്ലാഹുവോടൊപ്പം പങ്കു ചേർക്കാൻ പാടില്ല. പിന്നീട് അവിടുന്ന് പറയുകയാണ്, വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? കൊലപാതകം. അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, നിങ്ങൾ അന്യായമായി ഒരാളെയും വധിക്കാൻ പാടില്ല. അള്ളാഹു ഒരു രക്തം ഹറാമാക്കിയ ഒരു രക്തം നിങ്ങൾ അത് ചീന്താൻ പാടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, വലാ തസ്നു, നിങ്ങൾ വ്യഭിചരിക്കാൻ പാടില്ല. വലാ തസ്രിഖു അല്ലെങ്കിൽ നിങ്ങൾ കളവ് ചെയ്യാൻ പാടില്ല, നിങ്ങൾ കക്കാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. സഹോദരങ്ങളെ, ഇതാണ് ഇസ്ലാം. ഇതാ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ ഇസ്ലാമിനെ പറ്റി പല കാര്യങ്ങളും പറയുന്നുണ്ട്. നോക്കൂ, ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന ഇസ്ലാം. ഇതിലെവിടെയാണ് സഹോദരങ്ങളെ ന്യൂനതയുള്ളത്? നിങ്ങൾ വ്യഭിചരിക്കരുത്, നിങ്ങൾ കക്കാൻ പാടില്ല, ഹറാമായ രക്തത്തെ അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ കൊല്ലാൻ പാടില്ല എന്ന് പറയുന്നതാണോ തീവ്രവാദം? ഇതാണോ സഹോദരങ്ങളെ തീവ്രവാദം? ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകിയത്. അതുമാത്രമല്ല, അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ബിഅലാ സൗതിഹി ഫി ഹജ്ജതി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശബ്ദം ഉയർത്തിക്കൊണ്ട് ഖുതുബയിൽ അവിടുത്തെ ശബ്ദം ഉയർത്തിക്കൊണ്ട് റസൂൽ പറഞ്ഞു, അലാ തസ്മഊൻ, നിങ്ങൾ കേൾക്കുന്നില്ലേ? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ കേൾക്കുന്നില്ലേ? ഫഖാല റജുലുൻ മിൻ തവായിഫിൻ നാസി യാ റസൂലല്ലാഹ് മാദാ തഅഹദു ഇലൈനാ, ഒരറ്റത്ത് നിന്ന് ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങ് എന്താണ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറയുകയാണ്, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക. സുബ്ഹാനല്ലാഹ്. നോക്കൂ സഹോദരങ്ങളെ, ആവർത്തിച്ച് പറയുകയാണ്, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ആരാധിക്കുക, അതിൽ മറ്റൊന്നിനെയും പങ്കു ചേർക്കരുത്. പിന്നീട് അവിടുന്ന് പറയുകയാണ്, വസല്ലു ഖംസക്കും, നിങ്ങൾ 5 വക്ത് നിസ്കരിക്കണം. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശമാണ്, ഞാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾ പറയുന്നതല്ല. നമ്മളെ മക്കളെക്കാൾ, നമ്മുടെ ഉമ്മയേക്കാൾ സ്നേഹിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന കാര്യമാണ്, മുറുകെ പിടിക്കേണ്ടതുണ്ട്. ഇത് തമാശയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ജീവനാണ്. അവിടുന്ന് പറയുകയാണ്, ഇതാ നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കണം. രണ്ടാമതായി പറഞ്ഞ കാര്യം നോക്കൂ, വസല്ലു ഖംസക്കും, 5 വക്ത് നിസ്കാരം. സഹോദരങ്ങളെ, 5 വക്ത് നിസ്കാരം ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറാണ് നമുക്ക് അതിനുവേണ്ടി മാറ്റിവെക്കേണ്ടി വരിക? വളരെ തുച്ഛം സമയം മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കയ്യും കണക്കുമില്ലാത്തതാണ്. എന്നിട്ട് അല്ലാഹുവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ സമയം മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അല്ലാഹു പറഞ്ഞ കാര്യം എത്ര സത്യമാണ്. വഖലീലു മിൻ ഇബാദിയ ശകൂർ, എന്റെ അടിമകളുടെ കൂട്ടത്തിൽ ധാരാളമായി നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ വിരളം മാത്രമാണ് എന്ന് അല്ലാഹു പറഞ്ഞത് എത്ര സത്യമാണ് സഹോദരങ്ങളെ. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, വസൂമു ശഹറക്കും, നിങ്ങൾ മാസത്തിൽ ഒരു മാസം നിങ്ങൾ നോമ്പെടുക്കുക. എത്ര എളുപ്പമാണ്. ഇനി ആ നോമ്പെടുക്കാൻ നമ്മൾ രോഗികളാണെങ്കിൽ അതിന് ഒഴികഴിവുണ്ട്, നമ്മൾ യാത്രക്കാരാണെങ്കിൽ അതിനും ഒഴികഴിവുണ്ട്. എത്ര എളുപ്പമുള്ള ദീനാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്ന ഈ ദീൻ എത്ര എളുപ്പമുള്ളതാണ്. എന്നിട്ട് അവിടുന്ന് പറയുന്നു, വഅതിഉ ദാ അംരിക്കും, മുസ്ലിം ഭരണാധികാരികളെ നിങ്ങൾ അനുസരിക്കണം. സുബ്ഹാനല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ, തദ്ഖുലു ജന്നത റബ്ബിക്കും. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാം. അൽഹംദുലില്ലാഹ്. എളുപ്പമുള്ള കാര്യങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദീൻ, അല്ലാഹുവിന്റെ ഈ ദീനിൽ നമുക്ക് കഴിയാത്ത ഒരു കാര്യം നമ്മോട് കൽപ്പിക്കുകയില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. നമുക്ക് കഴിയുന്ന കാര്യമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് നമ്മെ ഏൽപ്പിക്കുകയുള്ളൂ. ഈ ഒരു കാര്യങ്ങൾ ആവർത്തിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞുകൊണ്ടാണ് ഹജ്ജ് നിർവഹിച്ചത്. പിന്നീട് അവിടുന്ന് അറഫ ഖുത്ബയിൽ പറഞ്ഞ മറ്റൊരു കാര്യം കാണാം, ഭാര്യമാരോടുള്ള കടമകളെ പറ്റിയാണ്.
ഭാര്യമാരോടുള്ള കടമകളെ പറ്റി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിന്നിസാ, ഇതാ സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം. ഇതാ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം. ഫഇന്നകും അഖദ്തുമുഹുന്ന ബിഅമാനില്ലാഹ് വസ്തഹലൽതും ഫുറൂജഹുന്ന ബികലിമത്തില്ലാഹ്, നിങ്ങൾ അവരെ നിങ്ങൾക്ക് ഹലാലായി മാറ്റിയത് എങ്ങനെയാണ്? അള്ളാഹുവിന്റെ കലിമത്ത് കൊണ്ടാണ്, അല്ലേ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണമെന്ന് അവിടുന്ന് പറയുകയാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനമാണിത്. ഇസ്ലാം സ്ത്രീകൾക്ക് നൽകിയ സ്ഥാനമാണിത്. അല്ലേ ചില ആളുകൾ പറയാറില്ല, ഇസ്ലാമിൽ വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾ അടിമകളെ പോലെയാണെന്ന്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്ത്രീകൾ ഇസ്ലാമിൽ രാജാവിനെ പോലെയാണ്. വല്ലാഹി സ്ത്രീകൾ നോക്കൂ സഹോദരങ്ങളെ, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്താണ്? അവരോട് വീടുകളിൽ അടങ്ങിയിരിക്കാനാണ്. അവരുടെ പുരുഷന്മാർ പോയിക്കൊണ്ട് അവരെ നോക്കിക്കൊള്ളും. ഇതല്ലേ യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം? ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇതല്ലേ? സ്ത്രീകളെ പണിയെടുപ്പിക്കുക എന്നുള്ളതല്ലേ സഹോദരങ്ങളെ യഥാർത്ഥത്തിൽ അടിമത്തം? നോക്കൂ കാര്യങ്ങൾ മാറി മറിയുന്നത്. ഫിത്രത്ത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാജാവായി ജീവിക്കുക എന്നുള്ളത് നമ്മൾ വെറുതെ ഇരിക്കുക, നമ്മുടെ അടുക്കലേക്ക് ഇങ്ങനെ പണം വന്നു കഴിഞ്ഞാൽ അതല്ലേ സുഖവാസം? അല്ലാതെ നമ്മൾ പണിയെടുത്ത് ജീവിച്ച് നമ്മൾ തന്നെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിലുള്ള അർത്ഥം? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് അവസാനം പറഞ്ഞ കാര്യം ഇതായിരുന്നു. ഏത് പാശ്ചാത്യ സാമ്രാജ്യങ്ങൾക്കാണ് ഇതുപോലെയുള്ള നസീഹത്തുകളും വസിയത്തുകളും കൊടുക്കാൻ സാധിക്കുക? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സമ്പത്തിന്റെയും രക്തത്തിന്റെയും വിഷയത്തിൽ അതുപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ അഭിമാനത്തെക്കുറിച്ചും അവിടുന്ന് പറയുകയാണ്. അറഫ കുതുബയിൽ അവിടുന്ന് പറയുകയാണ്, ഇന്നല്ലാഹ ഹറമ അലൈക്കും ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും കഹുർമതി യൗമിക്കും ഹാദാ. അവിടുന്ന് പറയുകയാണ്, ഇതാ നിങ്ങളുടെ രക്തവും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തും അതിലുപരി നിങ്ങളുടെ അഭിമാനവും ഇതാ അത്രയും പരിശുദ്ധമുള്ളതാണ്. ഏതുപോലെ? ഇന്നേ ദിവസം പോലെ, അഥവാ അറഫ ദിനം പോലെ. വഫീ ബലദിക്കും ഹാദാ, ഇതാ ഈ രാജ്യം പോലെ. ഏതാണ് സഹോദരങ്ങളെ? മക്ക. എല്ലാം പരിശുദ്ധമായതാണ്. അതുപോലെയാണ് ഒരു മുസ്ലിമിന്റെ സമ്പത്തും രക്തവും അതുപോലെ തന്നെ അവന്റെ അഭിമാനവും. വഫീ ശഹരിക്കും ഹാദാ, ഇതാ ഈ മാസം പോലെ, ദുൽഹിജ്ജ മാസം പോലെ അത്രയും പവിത്രതയുള്ളതാണ് ഒരു മുസ്ലിമിന്റെ അഭിമാനവും അതുപോലെ തന്നെ അവന്റെ രക്തവും അവന്റെ സമ്പത്തും. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സഹോദരങ്ങളെ. ഞാൻ ഈ പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു മുസ്ലിമിന്റെ അഭിമാനം അത്രയും വലുതാണ്. നമ്മൾ ഒരിക്കലും ഒരാളെയും പരിഹസിച്ചുകൊണ്ട് അവരുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലേ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞ കാര്യമല്ലേ, മക്കയെ എനിക്ക് അത്രയും ഇഷ്ടമാണ്, എന്റെ ഈ നാട്ടുകാർ എന്നെ പുറത്താക്കിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുകയില്ല എന്ന് ചില സഹാബിമാർ പറഞ്ഞതായി കാണാം. ഇതാ കഅബ എന്നുള്ളത് അത്രയും പവിത്രതയുള്ളതാണ്. നീ എത്ര പവിത്രതയുള്ളതാണ് കഅബയെ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബിമാർ പറഞ്ഞതായി കാണാം. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. എന്താണത്? ഇതാ നിന്നേക്കാൾ പവിത്രതയുള്ളതാണ് ഒരു മുഅ്മിന്റെ അഭിമാനം. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് കഅബയെ പൊളിക്കാൻ ആഗ്രഹിക്കുമോ? വല്ലാഹി ഇതിലിരിക്കുന്ന ഒരാളും ആഗ്രഹിക്കുകയില്ല, ഉറപ്പാണ്. കഅബ പൊളിക്കാൻ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? പക്ഷെ നോക്കൂ സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും എത്ര മുഅ്മിനീങ്ങളുടെ ഹൃദയം നമ്മൾ പൊളിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണത്. എന്താണ് സഹോദരങ്ങളെ പറഞ്ഞത്? കഅബയേക്കാൾ പവിത്രതയുള്ളവനാണ് ഒരു മുഅ്മിൻ എന്നാണ്. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ എത്ര ആളുകളുടെ, എത്ര മുഅ്മിനീങ്ങളുടെ ഹൃദയം പൊളിച്ചിട്ടുണ്ട്. വിഷയം ഗൗരവമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു കാര്യവും അവിടുന്ന് പറഞ്ഞു. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു കാര്യം പറയുകയാണ്. നോക്കൂ സഹോദരങ്ങൾ, ഈ കാലഘട്ടത്തിൽ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അവിടുന്ന് പറയുകയാണ്. ലാ തർജിഉ ബഅദി കുഫാറാ, ഇതാ എനിക്ക് ശേഷം നിങ്ങൾ കാഫിരീങ്ങളായി മാറാൻ പാടില്ല. എങ്ങനെയാണത് സഹോദരങ്ങളെ? യദ്രിബു ബഅദുകും റികാബ ബഅദ്, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിലും വെട്ടുകളും കുത്തുകളും നടത്തി കുഫാറുകളായി മാറാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ കാലഘട്ടം കൊലപാതകം സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ സഹോദരങ്ങളെ, പലിശയും അതുപോലെ തന്നെ എല്ലാവിധ ജാഹിലിയ കാര്യങ്ങളും ഖുതുബയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുകയുണ്ടായി. അവസാനം
അവിടുന്ന് അതാ ഖുതുബയിൽ പറയുകയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വഖദ് തറക്തു ഫീകും മാ ലം തദില്ലു ബഅദ, ഇതാ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്ന കാര്യം അത് നിങ്ങൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ, ഇനി തസത്തും ബിഹി കിതാബല്ലാഹ് വസുന്നത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ അത് മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വഴികേടിലാവുകയില്ല. എന്താണത് സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ കലാമായ ഖുർആനും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതാ സുന്നത്തുമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് വസിയ്യത്തായി ഇവിടെ പറഞ്ഞു വെച്ച് പോയ കാര്യമാണ്, നിങ്ങൾ വഴിപിഴക്കാതിരിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഖുർആനും രണ്ട് സുന്നത്തും. പിന്നീട് അതിനെല്ലാത്തിനും ശേഷം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോടായി പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ദീൻ എത്തിച്ചു തന്നില്ലേ? അല്ലയോ സഹാബിമാരെ, ഞാൻ നിങ്ങൾക്കിതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സഹാബിമാരോട് അവിടുന്ന് പറഞ്ഞു. അപ്പോൾ സഹാബിമാർ കൊടുത്ത ഒരു മറുപടിയുണ്ട്. സഹാബിമാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്ത മറുപടിയുണ്ട്. നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹത. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് നമുക്ക് ഏറ്റവും നസീഹത്തോടുകൂടി ഏറ്റവും നല്ല രീതിയിൽ ഇതാ അള്ളാഹുവിന്റെ ഈ ദീൻ നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എത്ര പ്രയാസങ്ങളും അതുപോലെ തന്നെ എത്ര പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ട് അവിടുത്തെ സഹാബിമാർക്ക് ദീൻ എത്തിച്ചു കൊടുത്തു. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇതാ റസൂലെ അങ്ങ് നമുക്ക് ദീൻ എത്തിച്ചു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കൈ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ. ഇതാ ഇവർ ഈ പറയുന്ന കാര്യം അല്ലാഹുവേ നീ സാക്ഷ്യം വഹിക്കണമേ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞു എന്ന് നമുക്ക് സഹാബിമാർ പറഞ്ഞു തരികയാണ്. ഇതാ സഹോദരങ്ങളെ, നമ്മളും സാക്ഷ്യം വഹിക്കുന്നു, നമ്മളും ഇതാ സാക്ഷ്യം വഹിക്കുന്നു. അല്ലാഹുവേ, നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ദൗത്യം നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, അവിടുത്തെ ദൗത്യം നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, അവിടുത്തെ ദീൻ അത് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വള്ളി പുള്ളി തെറ്റാതെ നമുക്ക് അള്ളാഹുവിന്റെ ഈ ദീൻ എത്തിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തിയിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ ദീനിലാണ്, അൽഹംദുലില്ലാഹ്, ആ ദീനിലാണ് നമ്മൾ ജീവിക്കുന്നത്, അതിൽ തന്നെ നമ്മൾ മരിക്കും ഇൻഷാ അല്ലാഹ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അള്ളാഹുവിന്റെ ഈ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. ആ ദീനിൽ തന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും ഇൻഷാ അല്ലാഹ്. അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ കൂട്ടത്തിൽ പല ആളുകളും പ്രയാസങ്ങൾ കൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് എല്ലാവർക്കും തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ മുവഹിദീങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين اللهم انصر إخواننا في فلسطين وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.